10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം UDFൻ്റെ ഒരു മന്ത്രിസഭ വന്നപ്പോൾ നമ്മുടെ യശശരീരനായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ അതിൽ ഉൾപ്പെടുത്തും എന്ന് പല ശുദ്ധാത്മാക്കളും വിചാരിച്ചു. ചാണ്ടി ഉമ്മൻ്റെ അമ്മയും ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണിയുമായിരുന്ന മറിയാമ്മ ഉമ്മനടക്കം അങ്ങനെ പ്രതീക്ഷിച്ചു. നല്ലവരായ നാട്ടുകാരും പുതുപ്പള്ളിയിലെ വോട്ടർമാരുമൊക്കെ ചാണ്ടി കുഞ്ഞ് ഒരു മന്ത്രിയായിട്ട് കൊടിവെച്ച കാറിൽ നാട്ടിൽ വന്നിറങ്ങുന്ന ദൃശ്യം ഇങ്ങനെ മനോമുഖരത്തിൽ കണ്ട് സന്തോഷിച്ചു. മലയാള മനോരമ ചാണ്ടിയെ വാഴ്ത്തിക്കൊണ്ട് ഒരു സപ്ലിമെൻ്റ് തന്നെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ കഠോര ഹൃദയനായ നമ്മുടെ മുഖ്യമന്ത്രി മറ്റ് പല പരിഗണനകളും പല താല്പര്യങ്ങളും മുൻനിർത്തി ചാണ്ടി കുഞ്ഞിനെ തഴഞ്ഞു. പകരം കൊടുങ്ങല്ലൂരിൽ നിന്ന് ആദ്യമായിട്ട് ജയിച്ച OJ ജനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ മന്ത്രിസഭയിലെടുത്തു. അതുപോലെ അർഹരായ മറ്റ് പലരും അവഗണിക്കപ്പെട്ടു, തഴയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. VT ബൽറാം അവസരം കിട്ടാതെ പോയ ഒരാൾ. അതുപോലെ മാത്യു കുഴൽനാടൻ തഴയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇങ്ങനെ പലരും അവസരം നഷ്ടപ്പെട്ടവരുണ്ട്. ചാണ്ടി കുഞ്ഞിന് മന്ത്രിയാകാൻ പറ്റാത്തതിൽ നിരാശയൊന്നുമില്ലെങ്കിലും അദ്ദേഹം മന്ത്രിയായി കാണാൻ ആഗ്രഹിച്ച കാത്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ വോട്ടർമാർ ആകെ നിരാശരായി എന്നുള്ളത് സത്യമാണ്. ചാണ്ടി പതിവ് സ്റ്റൈലിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നിരുന്നു. അവിടെ അദ്ദേഹം അത്യാവശ്യം ഒരു ഷോയൊക്കെ നടത്തിയിട്ടാണ് പോയത്. അടുത്ത ദിവസം നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് ഒരു സൈക്കിൾ ചവിട്ടിയിട്ടാണ്. അതും വാർത്തയായി. അതിനുശേഷം പുള്ളി കുറച്ച് നിരാശനാണ്, അല്ലെങ്കിൽ അത്ര തന്നെ സന്തുഷ്ടനല്ല എന്ന് നമുക്കറിയാം. മന്ത്രിയാകാൻ പറ്റാത്തതിലുള്ള അസന്തുഷ്ടിയല്ല. മഹാനായ ഉമ്മൻചാണ്ടിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് ഈ സർക്കാർ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു ധാരണയുണ്ട്. ശരിയായ ധാരണയാണോ തെറ്റിദ്ധാരണയാണോ നമുക്കറിയില്ല. ഏതായാലും ഈ സർക്കാരിൻ്റെ പോക്കിൽ ചാണ്ടി കുഞ്ഞ് അത്ര തന്നെ സന്തുഷ്ടനല്ല, ഒട്ടും സംതൃപ്തനല്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് കഴിഞ്ഞ് UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച കൂട്ടത്തിൽ പല പരിപാടികൾക്കും പല പദ്ധതികൾക്കുമൊക്കെ പണം പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഉമ്മൻചാണ്ടിയുടെ സ്മാരകം പണിയാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സംഖ്യ മാറ്റിവെക്കും എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പണിയാനോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ കോട്ടയത്തോ പുതുപ്പള്ളിയിലോ എവിടെയെങ്കിലും സ്ഥാപിക്കാനോ വേണ്ടിയിട്ട് 5 പൈസ പോലും മാറ്റിവെച്ചില്ല. അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പണിയുക എന്ന ഉത്തരവാദിത്വം സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് മാറ്റിവെച്ചിട്ടാണ് സതീശൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് സങ്കടമുണ്ട്, ഗ്രൂപ്പുകാർക്ക് സങ്കടമുണ്ട്, നാട്ടുകാർക്ക് സങ്കടമുണ്ട്. എല്ലാവരേക്കാൾ സങ്കടം ചാണ്ടി കുഞ്ഞിനാണ്. അദ്ദേഹം വളരെ ദുഃഖിതനും ഖിന്നനുമാണ്. ഉമ്മൻചാണ്ടി സാറിനെ മരണാനന്തരം ഈ രീതിയിൽ അവഹേളിക്കുന്നത് ശരിയല്ല. ഇവിടെ ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്മാരകം പണിയാനും KM മാണിക്ക് സ്മാരകം പണിയാനും ഇടതുപക്ഷ സർക്കാരുകൾ കാശ് മാറ്റിവെച്ചു. എന്നിട്ടാണ് ഒരു UDF സർക്കാർ ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു സ്മാരകം പണിയാൻ പണം മാറ്റിവെക്കാതിരുന്നത് എന്നുള്ളതാണ് ചാണ്ടി കുഞ്ഞിൻ്റെ സങ്കടം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നു വെച്ചാൽ, ഉമ്മൻചാണ്ടിയുടെ സ്മരണ ലോകം ഉള്ള കാലം മുഴുവനും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ സാമാന്യമായിട്ട് ധനസമാഹരണം നടത്തുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി പുതിയ പുതിയ പരിപാടികളും പദ്ധതികളും കലാപരിപാടികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കി ചെയ്യും. നല്ല ആശയമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ സംശയം, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എന്ത് സ്മാരകമാണ് അദ്ദേഹത്തിന് പണിയേണ്ടത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുമോ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് കുറച്ച് സ്ഥലം വിട്ടുകൊടുത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കെട്ടിടം പണിയുകയോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാലയോ ഗ്രന്ഥശാലയോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ്സുകാരും പുസ്തകം പോയിട്ട് വീക്ഷണം പത്രം പോലും വായിക്കാത്തവരാണ്. മനോരമ പോലും വായിക്കുന്ന കോൺഗ്രസ്സുകാർ കുറവാണ്. അപ്പോൾ പിന്നെ വായനശാല ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, ഗ്രന്ഥശാല ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ തന്നെ എത്ര കോൺഗ്രസ്സുകാർ വായിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകും. മിക്കവാറും ആരും തന്നെ വായിച്ചിട്ടുണ്ടാവില്ല. കോൺഗ്രസ്സുകാരല്ലാത്ത കുറച്ച് പേരാണ് ഇത് കുറെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്ത് ഉമ്മൻചാണ്ടിക്ക് എന്ത് സ്മാരകം ഉണ്ടാക്കണമെന്നാണ് ചാണ്ടി കുഞ്ഞ് ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സ്മാരകം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ചാണ്ടി ഉമ്മനെ കാണുമ്പോൾ ആൾക്കാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ, അത് എന്തൊരു മഹാനായ മനുഷ്യനായിരുന്നു, എത്ര കേമനായിരുന്നു, എത്ര കഴിവുള്ള വ്യക്തിയായിരുന്നു. മൂപ്പിലാനെ പോലെ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു സന്തതി ഉണ്ടായിപ്പോയല്ലോ
എന്ന് പറയും. അപ്പോൾ സ്മാരകം എന്ന് പറയുന്നത് എന്താണ്? ഇത് കാണുമ്പോൾ മറ്റതിനെ നമ്മൾ ഓർക്കണം. ചാണ്ടിക്കുഞ്ഞാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും നല്ല സ്മാരകം. കാരണം ചാണ്ടിയെ കാണുമ്പോൾ ആൾക്കാർ ഉമ്മൻചാണ്ടി ഓർക്കും, പാവം മനുഷ്യൻ, ഇങ്ങനെ ആയി പോയല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ചാണ്ടിക്കുഞ്ഞ് അപ്പൻ്റെ പേരിൽ സ്മാരകം ഇല്ല എന്ന് കരുതി മകൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ആളുകൾ മകനെ കാണുമ്പോഴൊക്കെ അപ്പനെ ഓർമ്മിക്കും. അതാണ് അപ്പൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് വിചാരിച്ചാൽ മതി. ജയ് ഹിന്ദ്.